2024 നിരവധി മലയാള ചലച്ചിത്രങ്ങൾ പുറത്തിറങ്ങിയെങ്കിലും 26 സിനിമകൾ മാത്രമാണ് വിജയിച്ചത്. 300 കോടി ഇതിൽ നിന്നും തിരിച്ചുപിടിച്ചു എന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു. മാത്രമല്ല 700 കോടി രൂപയാണ് 2024 നഷ്ടം എന്നും നിർമ്മാതാക്കൾ പറയുന്നു. ARM, പ്രേമലു, മഞ്ഞുമ്മൽ ബോയ്സ്, ആവേശം, ആടുജീവിതം തുടങ്ങിയ ചിത്രങ്ങളാണ് 100 കോടി ക്ലബിൽ കയറിയത്. ഇതിൽ 200 കോടി ക്ലബിൽ കയറിയ ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ഗുരുവായൂർ അമ്പലനടയിൽ ഭ്രമയുഗം, വർഷങ്ങൾക്കുശേഷം ടർബോ, കിഷ്കിന്ധാകാന്ഡം തുടങ്ങിയ ചിത്രങ്ങളും സാമ്പത്തിക വിജയം നേടിയവയാണ്. തിയേറ്റർ പരാജയം നേടിയ ചിത്രങ്ങൾ ഇപ്പോൾ OTT ഏറ്റെടുക്കുന്നില്ല. തിയേറ്ററിൽ വിജയിച്ച ചിത്രങ്ങളാണ് OTT എടുക്കുന്നത്. മികച്ച ഉള്ളടക്കമുള്ള ചിത്രങ്ങൾ താരങ്ങളെ നോക്കാതെ തന്നെ പ്രേക്ഷകർ സ്വീകരിച്ചു. ഇതിനോടൊപ്പം തന്നെ റിലീസ് ചെയ്ത മണിച്ചിത്രത്താഴ്, ദേവദൂതൻ തുടങ്ങിയ ചിത്രങ്ങളും വിജയം കൈവരിച്ചു. എന്നാൽ വല്യേട്ടൻ, പാലേരി മാണിക്യം തുടങ്ങിയ ചിത്രങ്ങൾ തിയേറ്ററിൽ ആളെ കൂട്ടിയില്ല. ഒരു ഭംഗിക്ക് നിനക്ക് എന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടുന്നു. അതിലെനിക്ക് സംശയമുണ്ട്. ഇനി നടക്കപ്പോറത് യുദ്ധം. ഒരു കളരിക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ കണ്ടാൾ ഇതേം ബാക്ക്ലൈനോട് പറഞ്ഞു, എടാ മോൻ உங்களால என்ன தம்பி பண்ண முடியும்? 2024 ഡിസംബറിൽ പുറത്തിറങ്ങിയ ഉണ്ണിമുകുന്ദൻ ചിത്രമായ മാർക്കോ 100 കോടി ക്ലബിൽ കയറാൻ ഒരുങ്ങിയിരിക്കുകയാണ്. 2024 മലയാള സിനിമയെ സംബന്ധിച്ച് വളരെയധികം വിജയങ്ങൾ കൈവരിച്ച ഒരു വർഷമായിരുന്നു. 2025 നിരവധി പുതിയ ചിത്രങ്ങൾ നമുക്ക് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.